എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ അസിത. ഇന്ന് ഞങ്ങൾ അവതാറുകളുടെ ആവേശകരമായ ലോകം പര്യവേക്ഷണം ചെയ്യാനും നിങ്ങളുടെ സംസാരിക്കുന്ന അവതാറുകൾ എങ്ങനെ സൃഷ്ടിക്കാമെന്ന് പഠിക്കാനും പോകുന്നു. അവതാറുകൾ എന്താണെന്ന് മനസ്സിലാക്കി തുടങ്ങാം. മനുഷ്യന്റെ സംസാരത്തെയും ഭാവങ്ങളെയും അനുകരിക്കാൻ കഴിയുന്ന കൃത്രിമബുദ്ധി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന വെർച്വൽ പ്രതീകങ്ങളാണിവ. ടാക്കിംഗ് അവതാറുകൾ എങ്ങനെ ഉണ്ടാക്കാം എന്ന് നമുക്ക് നോക്കാം. ഹായ് എവ്രി വൺ. ഇന്നത്തെ ഇൻട്രോ എല്ലാവരും കണ്ടിട്ടുണ്ടാവും അല്ലേ? അതായത് ഇന്ന് ഇൻട്രോ പറഞ്ഞിരിക്കുന്നത് ഞാനല്ല, എനിക്ക് പകരം മറ്റൊരാളാണ് അല്ലേ? അതായത് ഞാൻ മറ്റൊരാളെ ആ ജോലി ഏൽപ്പിച്ചു. എന്താണ് ഇതിൻ്റെ യൂസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങളിപ്പോൾ ഒരു ചാനലൊക്കെ തുടങ്ങാൻ ആഗ്രഹമുണ്ട്, പക്ഷെ നിങ്ങൾ ആ ചാനലിൽ ഇൻട്രോ പറയാനോ ഒന്നിനും തന്നെ നിങ്ങൾക്ക് താല്പര്യമില്ല എങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഒരു അവതാർ ഉണ്ടാക്കിയിട്ട് അയാളെ കൊണ്ട് നിങ്ങൾക്ക് പറയാനുള്ളതൊക്കെയും പറയിപ്പിക്കാം. ഓക്കെ, പല ടൈപ്പ് അവതാർ ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് ആനിമേറ്റ് ചെയ്തിട്ട്, അതായത് അവരെ കൊണ്ട് തന്നെ സംസാരിപ്പിച്ചിട്ട് കാർട്ടൂൺസൊക്കെ ക്രിയേറ്റ് ചെയ്യാനും സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഈ ഇൻട്രോ പറയിപ്പിച്ചതെന്ന് നോക്കാം അല്ലേ? ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു അവതാറിനെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അവതാർ നിങ്ങൾക്ക് രണ്ട് രീതിയിൽ ചെയ്യാം. അതായത് ഒന്നുകിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള പിക്ചേഴ്സ് തന്നെ അപ്ലോഡ് ചെയ്തിട്ട് അവതാർസ് ഉണ്ടാക്കാം. അതല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഡിസ്ക്രിപ്ഷൻസ് കൊടുത്തിട്ട്, അതായത് അവരെങ്ങനെയൊക്കെയാണ് വേണ്ടത്, അവരുടെ സ്റ്റൈൽ എങ്ങനെയായിരിക്കണം, അവരുടെ ഹെയർ എങ്ങനെയായിരിക്കണം, കണ്ണ് എങ്ങനെയായിരിക്കണം, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ട് നമുക്ക് അവതാർസ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ള ജെൻക്രാഫ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സൈറ്റാണ്. ഓക്കെ, നമ്മൾ സൈൻ അപ്പ് ഓർ ലോഗിൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. നമുക്ക് ഇങ്ങനെയുള്ളൊരു വിൻഡോ കിട്ടുന്നതായിരിക്കും. അതിൽ സൈൻ ഇൻ വിത്ത് ഗൂഗിൾ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അക്കൗണ്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക, കൺഫേം അടിക്കുക, ലോഗിൻ എന്ന് പറഞ്ഞിട്ട് നമുക്ക് കാണാം അല്ലേ? ഇതാ നമ്മൾ സൈറ്റിലേക്ക് ലോഗിൻ ആയിട്ടുണ്ട്. ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാം സ്റ്റാർട്ടർ എന്ന് പറഞ്ഞിട്ട് 25 പ്രോംപ്റ്റ്സ് പെർ ഡേ എന്ന് പറഞ്ഞിട്ട് കാണാം. അതായത് ഒരു ദിവസം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് 25 ഇമേജസ് അല്ലെങ്കിൽ ക്യാരക്ടേഴ്സ് ജനറേറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നതായിരിക്കും. മനസ്സിലായോ? ക്ലോസ് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് വരിക, ഡിസ്ക്രൈബ് യുവർ ക്രിയേഷൻ ഇൻ ഡീറ്റെയിൽ എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ടല്ലേ? അതായത് നമുക്ക് എന്താണോ ക്രിയേറ്റ് ചെയ്യേണ്ടത് അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ നമ്മളിവിടെ കൊടുക്കുകയാണ് വേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഞാനിവിടെ കൊടുക്കാൻ പോകുന്ന ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് എ യങ് ലേഡി ട്യൂട്ടർ എന്നുള്ളതാണ്. അത് ഞാൻ കൊടുത്തിട്ടുണ്ട്. ടൈപ്പ് ചെയ്തതിന് ശേഷം ജനറേറ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇതാ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ ഒരു ഇമേജ് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിൽ കാണാം ജെൻക്രാഫ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഇതിലൊരു വാട്ടർ മാർക്ക് കാണാം അല്ലേ? അപ്പോൾ അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാറ്റാം, റിമൂവ് ചെയ്തെടുക്കാം. അതല്ല നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല എങ്കിൽ അത് തന്നെ വെക്കാം. അപ്പോൾ ഇത് ഞാനിപ്പോൾ ഇവിടെ റിമൂവ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്നത് വാട്ടർ മാർക്ക് റിമൂവർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സൈറ്റാണ്. അപ്പോൾ അതിലേക്ക് വരുമ്പോൾ നമുക്കിങ്ങനെ അപ്ലോഡ് ഇമേജ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാം. അപ്പോൾ അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഏത് പിക്ചറാണോ നമുക്ക് റിമൂവ് ചെയ്യേണ്ടത് ഇമേജ് ഇവിടെ അപ്ലോഡ് ആവുന്നുണ്ട്. നമുക്കിവിടെ രണ്ട് ഓപ്ഷനാണുള്ളത്. ഒന്ന് റിമൂവ് ടെക്സ്റ്റും അതേപോലെ തന്നെ റിമൂവ് ലോഗോവും. നമുക്കിവിടെ ലോഗോവും ഉണ്ട്, ടെക്സ്റ്റും ഉണ്ട് അല്ലേ? അപ്പോൾ ആദ്യം ഞാനിവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് റിമൂവ് ടെക്സ്റ്റ് എന്നുള്ളതാണ്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് ടെക്സ്റ്റ് റിമൂവ് ആയി കിട്ടുന്നതായിരിക്കും. അതിനുശേഷം നമ്മൾ റിമൂവ് ലോഗോ എന്നുള്ള ഓപ്ഷൻ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ടെക്സ്റ്റും ലോഗോയും ഒക്കെ റിമൂവ് ആയിട്ട് നമ്മുടെ പിക്ചർ ഇവിടെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഇമേജ് ഒന്ന് ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഇമേജ് ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഇനി ഞാൻ നിങ്ങളെ മറ്റൊരു സൈറ്റ് കൂടി പരിചയപ്പെടുത്തി തരാം. അതായത് നിങ്ങളുടെ പിക്ചേഴ്സ് യൂസ് ചെയ്തിട്ട് തന്നെ നിങ്ങൾക്ക് അവതാർ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സൈറ്റ്, അതായത് simplify.com എന്നുള്ള ഈ ഒരു സൈറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ നിങ്ങളുടെ ഇമേജ് യൂസ് ചെയ്തിട്ട് അവതാർസ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അങ്ങനെ നമ്മൾ സിമ്പിളായിട്ടൊരു അവതാർ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു അല്ലേ? ഇനി അടുത്തതായിട്ട് നമ്മൾ അവതാറിന് വേണ്ടി ഒരു സ്ക്രിപ്റ്റ് റെഡിയാക്കി കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചാറ്റ് GPT ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ഒരു യൂട്യൂബ് ചാനലിന് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത് അല്ലേ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു സ്ക്രിപ്റ്റ് ഒന്നുകിൽ നമുക്ക് സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്ത് കൊടുക്കാം, അതല്ലെങ്കിൽ ചാറ്റ് GPT യൂസ് ചെയ്തിട്ട് നമുക്കൊരു സ്ക്രിപ്റ്റ് റെഡിയാക്കി കൊടുക്കാം. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ചാറ്റ് GPTൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ട്യൂട്ടോറിയൽ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ ഐകാർഡിൽ ലിങ്ക് ഉണ്ടാവും, ചെക്ക് ചെയ്ത് നോക്കാം. നമ്മുടെ ചാറ്റ് GPT ഇവിടെ വന്നിട്ടുണ്ട്. നമുക്ക് എന്തിനെ പറ്റിയാണോ വേണ്ടത്, അതായത് ചാറ്റ് GPT എന്താണോ റെഡിയാക്കി തരേണ്ടത് അതിനനുസരിച്ചുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ നമ്മളിവിടെ കൊടുക്കുക. ഞാനിവിടെ ഒരു ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. യു ആർ അസിത ആൻഡ് യു ആർ ഗോയിങ് ടു ടീച്ച് AI അവതാർസ് ആൻഡ് ഹൗ ടു ക്രിയേറ്റ് ടോക്കിംഗ് അവതാർസ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ എൻ്റർ കീ പ്രസ് ചെയ്യുന്നു. നമുക്ക് അതിന് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ആൻസർ തന്നെ ചാറ്റ് GPT ഇവിടെ തന്നിട്ടുണ്ട്. ക്യാമറ ഷോസ് അസിത ഇൻ എ സ്റ്റുഡിയോ വിത്ത് എ കമ്പ്യൂട്ടർ സെറ്റപ്പ്. അസിത പറയാണ് ഹലോ എവ്രി വൺ ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഐ ആം അസിത ആൻഡ് ടുഡേ വി ആർ ഗോയിങ് ടു എക്സ്പ്ലോർ എന്നെല്ലാം പറഞ്ഞിട്ട് നമുക്കിവിടെ വന്നിട്ടുണ്ട്. നമ്മുടെ സ്ക്രിപ്റ്റ് റെഡിയായി. പക്ഷേ എന്താണ് സംഭവം, നമുക്കിത് വേണ്ടത് ഏത് ലാംഗ്വേജിലാണ്? മലയാളത്തിലേക്കാണ് അല്ലേ? അപ്പോൾ ആദ്യം ഇതിനെ എന്താക്കണം, മലയാളം ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ ഞാൻ ഈ ടെക്സ്റ്റ് കോപ്പി ചെയ്തിട്ട് നമ്മുടെ ഗൂഗിളിൽ വന്നിട്ട് ഒന്ന് ഇംഗ്ലീഷ് ടു മലയാളം എന്ന് കൊടുക്കുകയാണ്. ഇംഗ്ലീഷ് ടു മലയാളം എന്ന് അടിച്ചു കൊടുത്തപ്പോൾ ഇവിടെ തന്നെ ബ്ലാങ്ക് സ്പേസ് കാണാം അല്ലേ? അതിൽ ഇംഗ്ലീഷിലുള്ളത് ഞാനിവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ദെൻ മലയാളത്തിലേക്ക് എനിക്ക് കൺവേർട്ട് ചെയ്തിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. എല്ലാവർക്കും ഹലോ, ഞങ്ങളുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. വളരെ കറക്റ്റായിട്ട് തന്നെ എനിക്ക് ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട് അല്ലേ?
ഇനി അഥവാ നിങ്ങൾക്ക് എന്തെങ്കിലും മിസ്റ്റേക്സ് വന്നെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ മംഗ്ലീഷ് ഓൺലൈൻ എന്നുള്ള ഒരു സൈറ്റ് ഉണ്ട്, അതിൽ പോയിട്ട് നിങ്ങൾക്ക് വേണ്ടുന്ന കറക്ഷൻസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ നമ്മുടെ ടെക്സ്റ്റുമായി. ഇനി എന്താ ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ടെക്സ്റ്റിനെ ഓഡിയോയിലേക്ക്, അതായത് സ്പീച്ചിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പോവുകയാണ്. മനസ്സിലായോ? അതായത് മലയാളം ടെക്സ്റ്റിനെ നമുക്ക് വേണ്ട രീതിയിലേക്ക് ഓഡിയോയിലേക്ക് ആക്കി മാറ്റുകയാണ്. കാരണം നമ്മൾ ടോക്കിംഗ് അവതാറാണല്ലോ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടി ലിസണർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സൈറ്റാണ് എടുക്കാൻ പോകുന്നത്. നമുക്ക് കിട്ടിയ ആ ഒരു സംഭവം ഉണ്ടല്ലോ, അതൊന്ന് ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ചൂസ് യുവർ വോയിസ് എന്നുള്ളത് സെലക്ട് ചെയ്യാം. ജെൻസിൻ്റെ വോയിസ് ആണ് വേണ്ടതെങ്കിൽ മിഥുൻ എന്നുള്ളത് സെലക്ട് ചെയ്യാം. ഇനി ലേഡീൻ്റെ വോയിസ് ആണ് വേണ്ടതെങ്കിൽ ശോഭന എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ശോഭന എന്നുള്ളതാണ് സെലക്ട് ചെയ്യുന്നത്. അത് സെലക്ട് ചെയ്തതിന് ശേഷം നമ്മളിവിടെ കൺവേർട്ട് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ നമുക്കൊന്ന് പ്ലേ ആക്കി നോക്കാം. എല്ലാവർക്കും ഹലോ, ഞങ്ങളുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മുടെ ടെക്സ്റ്റ് കംപ്ലീറ്റും വോയിസ് ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി എന്ത് ചെയ്താൽ മതി, ഇതൊന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ചെയ്തത് അവതാസ് ഉണ്ടാക്കി എന്നുള്ളതാണ്. സെക്കൻഡ് സ്റ്റെപ്പിൽ നമ്മളൊരു ഓഡിയോ ക്രിയേറ്റ് ചെയ്തു. അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്തത് 3 കാര്യങ്ങളാണ്. ചാറ്റ് GPT യൂസ് ചെയ്തിട്ട് സ്ക്രിപ്റ്റ് ഉണ്ടാക്കി അതിനെ നമ്മൾ മലയാളം ടെക്സ്റ്റിലേക്ക് കൺവേർട്ട് ചെയ്തു. പിന്നെ മൂന്നാമതായിട്ട് നമ്മൾ ലിസണർ യൂസ് ചെയ്തിട്ട് അതിനെ ഓഡിയോയിലേക്ക് കൺവേർട്ട് ചെയ്തു. ഇങ്ങനെ 3 സ്റ്റെപ്സിൽ നമ്മളിത് ചെയ്ത് കഴിഞ്ഞു. അങ്ങനെ നമ്മുടെ 2 സ്റ്റെപ്പ് ഇവിടെ കഴിഞ്ഞിരിക്കുന്നു. ഇനി മൂന്നാമതായിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഈ അവതാറും ഈ ഓഡിയോയും യൂസ് ചെയ്തിട്ട് ഒരു ടോക്കിംഗ് അവതാർ ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. വളരെ ഈസി ആയിട്ട് ചെയ്യാം. അതിന് നമ്മളിവിടെ യൂസ് ചെയ്യുന്ന സൈറ്റ് എന്ന് പറയുന്നത് DID എന്നുള്ളതാണ്. നിങ്ങളുടെ ബ്രൗസറിൽ DID.com എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നമുക്കിവിടെ സൈറ്റ് ലോഡായി വന്നിട്ടുണ്ട്. ചൂസ് എ പ്രസൻറ്റർ എന്നുള്ളത് കാണാം. കുറേ പ്രസൻറ്റേഴ്സിന് ഇവരിവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി AI പ്രസൻറ്ററിന് വേണമെന്നുണ്ടെങ്കിൽ ജനറേറ്റ് AI പ്രസൻറ്റർ എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് അങ്ങനെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ചൂസ് എ പ്രസൻറ്റർ എന്നുള്ളതിൽ ആഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുകയാണ്. അതായത് നമ്മൾ ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലേ. ഇമേജ് ഇവിടെ ലോഡായിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് തന്നെ നമുക്ക് നമ്മുടെ ഓഡിയോ ഇവിടുന്ന് സെലക്ട് ചെയ്യാം. ഓഡിയോ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം നമുക്കിവിടെ കാണാം അപ്ലോഡ് യുവർ ഓൺ വോയിസ് എന്ന് കാണാം അല്ലേ. നമ്മൾ ഓൾറെഡി ഇപ്പം ഡൗൺലോഡ് ചെയ്ത് വെച്ച ഓഡിയോ ആയതുകൊണ്ട് അത് തന്നെ എടുക്കാം. അതല്ല നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോണിലോ മറ്റോ റെക്കോർഡ് ചെയ്തിട്ട് കമ്പ്യൂട്ടറിലേക്ക് മാറ്റിയിട്ട് അത് തന്നെ ഇവിടെ യൂസ് ചെയ്യാം. ഇനി ജനറേറ്റ് വീഡിയോ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഇവിടെ ജനറേറ്റ് എന്നുള്ളതും ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഇതൊക്കെ ഞാൻ നേരത്തെ കുറേ പ്രസൻറ്റേഴ്സിനെ ഞാൻ സെലക്ട് ചെയ്തിട്ട് മുന്നേ ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. നമ്മുടെ വീഡിയോ ഇവിടെ ജനറേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. സക്സസ്ഫുള്ളി ജനറേറ്റഡ് യുവർ വീഡിയോ എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. എല്ലാവർക്കും നമസ്കാരം, ഞങ്ങളുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ അസിത. ഇന്ന് ഞങ്ങൾ അവതാറുകളുടെ ആവേശകരമായ ലോകം പര്യവേക്ഷണം ചെയ്യാനും നിങ്ങളുടെ സംസാരിക്കുന്ന അവതാറുകൾ എങ്ങനെ സൃഷ്ടിക്കാമെന്ന് പഠിക്കാനും പോകുന്നു. അവതാറുകൾ എന്താണെന്ന് മനസ്സിലാക്കി തുടങ്ങാം. മനുഷ്യന്റെ സംസാരത്തെയും ഭാവങ്ങളെയും അനുകരിക്കാൻ കഴിയുന്ന കൃത്രിമ ബുദ്ധി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന വെർച്വൽ പ്രതീകങ്ങളാണിവ. നമ്മുടെ ടോക്കിംഗ് അവതാർ വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട് അല്ലേ. ഇനി നമുക്ക് ഇതൊന്ന് ഡൗൺലോഡ് ചെയ്യാം. അങ്ങനെ നമ്മുടെ വീഡിയോ ഇപ്പോൾ ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഇതൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് തന്നെയാണ് ഞാനിവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൂടി ഞാൻ കാണിച്ചു തരാം. എല്ലാവർക്കും നമസ്കാരം. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ ടോക്കിംഗ് അവതാർസ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നല്ലൊരു ടോപ്പിക്കുമായിട്ട് കാണാം. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.